അമ്മ എന്ന താരസംഘടനയിൽ കൂട്ട അടിയാണ്. എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു ഭാഗത്ത് അൻസിബ ഹസനുണ്ട്, മറുഭാഗത്ത് ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും പോലെ ഉള്ളവരുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പറ്റി ഒരിക്കലും പറയാൻ പാടില്ലാത്ത, സാമാന്യ മര്യാദയുള്ള മനുഷ്യർ പറയാത്ത കാര്യങ്ങളാണ് ലക്ഷ്മിപ്രിയ എന്ന നടി അൻസിബ ഹസനെ പറ്റി ഏതോ യൂട്യൂബ് ചാനലിലൊക്കെ വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടക്കുന്നത്? അതാണ് ഇപ്പൊ എല്ലാവരുടെയും ചോദ്യം. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ലക്ഷ്മിപ്രിയ ഈ പറയുന്ന അൻസിബയെ കുറിച്ച് കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കുറച്ച് ആരോപണങ്ങൾക്കുള്ള മറുപടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ ചേർത്തുകൊണ്ടാണ് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ചാനലുകൾ എടുത്ത് നോക്കിയാലും എല്ലാത്തിലും അൻസിബ ഹസനാണ് താരം. എന്നുവെച്ചാൽ അൻസിബയ്ക്കാണ് സപ്പോർട്ട്. എന്ന് വെച്ചാൽ അൻസിബ പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ വ്യക്തവും കൃത്യവുമാണല്ലോ. നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയുടെ ഒരു രണ്ടാം ഭാഗം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ മൊത്തം കണ്ടില്ല. എന്നാൽ കണ്ടിട്ടും വലിയ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് മൊത്തം ആരോപണങ്ങൾ മാത്രമാണ്. അതിലും ഈ പറയുന്ന നേരത്തെ അന്ന് പറഞ്ഞില്ലേ, അവിഹിത ആരോപണങ്ങളും അതുപോലെ തന്നെ വെള്ളമടി ആരോപണങ്ങൾ, ഇതൊക്കെയാണ്. അതിനകത്ത് മറ്റൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയോട് വെള്ളം അടിക്കുമെന്ന് ചോദിക്കുമ്പോ എന്നൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, ഇത്തരത്തിൽ നിന്നൊക്കെ ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട്. എന്നാലും ആ വീഡിയോ നമുക്ക് ചെയ്യാം. ഈ ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ കേൾക്കുന്നവരെല്ലാം പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. ഈ ലക്ഷ്മിപ്രിയ എന്താണ് ഈ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത് എന്ന് വെച്ചാൽ, സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കുക, ആരോപണങ്ങൾ അടിച്ചേൽപ്പിക്കുക. തെളിവ് ചോദിച്ചു വെച്ചാൽ ഞാനാണ് തെളിവ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടക്കുന്നത്? വലിയ താര രാജാക്കന്മാരൊക്കെ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഈ ചെറിയ താരങ്ങളൊക്കെ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരാണ്. അവരെ പറ്റിയാണ് ഈ അനാവശ്യം, സാമാന്യ മര്യാദയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് ഈ പറഞ്ഞു നടക്കുന്നത്. ഇത്രയും വൃത്തികേടുകളാണ് ഈ താരസംഘടനയിൽ നടന്നത് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ഈ താരസംഘടനയ്ക്ക് അദാനിയുടെ പൈസ? എന്തിനാണ് വിവാദ നായകരിൽ നിന്ന് ഈ താരസംഘടന പണം വാങ്ങിയത്? എന്തേ ഈ താരരാജാക്കന്മാരും മുന്തിയ താരങ്ങളുമൊന്നും മിണ്ടുന്നില്ല? സ്വന്തം സംഘടന നന്നാക്കാൻ പറ്റാത്ത, അതിലുള്ളവർ മര്യാദയ്ക്ക് പെരുമാറുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റാത്ത ഇവരാണോ സൂപ്പർ നായകരും നായികമാരുമായി നമ്മളെ വെള്ളിത്തിരയിൽ ഭ്രമിപ്പിക്കാൻ വരുന്നത്? ഇതെല്ലാം വെറും ഷോ മാത്രമാണ്. ഇവരെല്ലാം സാമാന്യ മര്യാദയില്ലാത്ത മനുഷ്യരെ നന്നാക്കാൻ പോലും പറ്റാത്തവരാണ് എന്ന സത്യം. ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് താരരാജാക്കന്മാരും മുന്തിയ താരങ്ങളും ഒന്നും മിണ്ടാത്തതെന്ന്. ശരിയാണ്, ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരാള് പോലും ഇതിനെ പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മൗന സമ്മതം പോലെ, അവിടെ എന്തും നടക്കട്ടെ, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് വലിയ താരരാജാക്കന്മാരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വേറെ വല്ല വിഷയങ്ങളൊക്കെ ആണെങ്കിൽ പോസ്റ്റ് ഇടാനും ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ ചില താരങ്ങൾ പെട്ടെന്ന് ചാടി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന താരരാജാക്കന്മാരൊക്കെ അവരവരുടെ വിഷയങ്ങൾ മാത്രം വരുമ്പോൾ മാത്രം, എന്നുവെച്ചാൽ അവർക്ക് സേഫ് ഏതാണ് എന്ന് നോക്കിയിട്ട് മാത്രമേ ഈ പറയുന്നതിനെല്ലാം പ്രതികരിക്കാറുള്ളൂ. അല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് ഈ പറഞ്ഞ താരരാജാക്കന്മാര് എല്ലാവരും. അവരാരും ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചോദിച്ചത്. ചിലരൊക്കെ ശരിക്കും ബ്ലോഗൊക്കെ എഴുതും. പക്ഷെ അത് എഴുതണമെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലോഗൊക്കെ എഴുതത്തുള്ളൂ. പക്ഷെ ഇത് അൻസിബയുടെ കാര്യമായി പോയില്ലയോ? ബ്ലോഗൊന്നും എഴുതാൻ തോന്നുന്നില്ലായിരിക്കാം. ചില നടന്മാര് മികച്ച നടന്മാരാണ്. കഴിഞ്ഞ ദിവസം ഒരു നടനോട് ചോദിച്ചായിരുന്നു ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ, എന്തേ നിങ്ങൾ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ശരിയാവും, അതൊക്കെ നമുക്ക് പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയ പോക്കാണ്. ഇതുവരെ പരിഹാരം ഒന്നും കണ്ടില്ല. എന്തായാലും ഇപ്പോഴും കോടതിയും കേസൊക്കെ ആയിട്ട് കയറി ഇറങ്ങി നടക്കുകയാണ്. എന്തായാലും അൻസിബ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പൊ ഞാൻ ഇന്നലെ നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയുടെ കുറച്ച് ഭാഗം കൂടി നമുക്ക് കാണാം. ഹസന് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എന്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എന്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല. ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇതുവരെ നമ്മൾ ഇതിനുള്ള മറുപടി എല്ലാം പറഞ്ഞതായിരുന്നു. പക്ഷെ ഇതിന്റെ ബാലൻസ് കുറച്ചുണ്ട് ഇന്ന് പറയാൻ കാര്യം. ഇതിന് മറുപടിയുമായിട്ട് ഈ ആരോപണ വിധേയനായ ആൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ പോസ്റ്റിനകത്ത് ഒരു അമ്മ എന്ന സംഘടനയ്ക്കെതിരെയും ഈ ലക്ഷ്മിപ്രിയക്കെതിരെയും ശരിക്കും ആരോപണങ്ങൾ തന്നെയാണ്.
ഇപ്പോൾ പറയപ്പെടുന്നത് ശ്വേതാ മേനോൻ വീണ്ടും തിരിച്ച് അമ്മയുടെ പ്രസിഡന്റ് ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമില്ല, ശ്വേത ഒരുപാട് പേരോട് എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏതോ പരിപാടിയുടെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ ഒരുപാട് പൈസ വരാനുണ്ട്. അതുകൊണ്ട് ശ്വേതാ മേനോനെ തന്നെ പ്രസിഡന്റ് ആക്കാനുള്ള ഒരു ശ്രമം അണിയറയിൽ നടക്കുന്നു എന്നുകൂടി അറിയുന്നു. അതിന് മുന്തിയ താരങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുകൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും പോകെ പോകെ നമുക്കത് അറിയാൻ കഴിയുമല്ലോ. നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത്. എന്തായാലും നമ്മളും ഈ അരിയാഹാരമൊക്കെ കഴിക്കുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് ഇതൊക്കെ അറിയാൻ കഴിയും. പിന്നെ ഇതിന് പുറകിൽ നിന്നുകൊണ്ട് കളിക്കുന്ന ഈ താരരാജാക്കന്മാർക്ക് ഒന്ന് മുന്നിൽ വന്ന് പറയാനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു. മാത്രല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. ഇത്രയും വലിയൊരു ആങ്ങളയുടെ കൂടെ ഒരു പെങ്ങള് താമസിക്കില്ലെന്നോ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അത് പെങ്ങളുമാണ്, അവർ ഒരുമിച്ച് താമസിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഇത്രയും വയസ്സുള്ള ഒരു ആങ്ങളയുടെ കൂടെ ഒരു പെങ്ങള് താമസിക്കില്ല എന്ന് പറയുന്നത് എന്തുദ്ദേശത്തോടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും നിങ്ങൾ മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോ പറഞ്ഞു അവര് 7 സ്റ്റാർ ഹോട്ടലിൽ വരെ താമസിക്കുന്ന ആൾക്കാരാണ്. ആധാർ കാർഡ് അല്ല, അൻസിബയുടെ റൂമിലേക്ക് ഒരാൾ വരുന്നു, അത് കണ്ടു എന്നാണ് പറയുന്നത്. ബെഡിൽ ഇരിക്കുന്നത് കണ്ടു, വേറൊന്നും കണ്ടില്ല, ബെഡിൽ ഇരിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പുള്ളിയോട് പോയിട്ട് ആധാർ കാർഡ് ചോദിക്കാൻ ലക്ഷ്മിപ്രിയ ആരാണ്? പോലീസാ? അതോ CBI ഓഫീസറോ? അപ്പൊ ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ എന്തെങ്കിലും ആണോ? ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥയോ വല്ലതും ആണോ? അത് ഹോട്ടലുകാർ ചോദിച്ചോളൂ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഹോട്ടലുകാർ ചോദിക്കും, മാനേജർമാർ ഉൾപ്പെടെ ഉള്ളവർ ചോദിക്കും, നിങ്ങളുടെ ഐഡന്റിറ്റി കാണിക്കാൻ പറയും. അല്ല, ഇപ്പൊ ലക്ഷ്മിപ്രിയയുടെ റൂമിൽ ഇരിക്കുന്ന ഒരാളോട് പോയി വേറെ ഇപ്പൊ അൻസിബ പോയിട്ട് ആധാർ കാർഡ് കാണിക്കുന്നു പറയുമോ? അങ്ങനെ പറയാൻ കഴിയുമോ? തിരിച്ച് അതുപോലെ തന്നെ അൻസിബയുടെ റൂമിൽ ഇരിക്കുന്ന ഒരാളോട് പോയിട്ട് ലക്ഷ്മിപ്രിയ പോയിട്ട് ആധാർ കാർഡ് കാണിക്കാൻ പറയാൻ ലക്ഷ്മിപ്രിയ ആരാണ്? അങ്ങനെ ചോദിക്കാൻ, ആധാർ കാർഡ് ചോദിക്കാൻ? ലക്ഷ്മിപ്രിയ പറഞ്ഞു വരുമ്പോൾ സത്യമല്ലാത്തത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കയറി വരുന്നതാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. എന്നുവെച്ചാൽ ബോധവും പൊക്കളവും ഇല്ലാതെ എന്തൊക്കെയോ വിളമ്പുന്നു എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. കാർഡൊന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രൊഡ്യൂസർ ആയിരുന്ന താടിയും മുടിയും ഒക്കെയുള്ള മിഥിലാജ് അബ്ദുൽ എന്നാണ് പേര്. മിഥിലാജ് ആയിരുന്നു അവിടെ വന്നിരുന്നത് എന്നാണ് പറയുന്നത്. ഇതിന് കാരണം മറ്റൊന്നാണ്. എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയ ഈ പറയുന്ന അൻസിബയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേസ് കൊടുത്തിരുന്നപ്പോൾ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം മിഥിലാജിന്റെ. അപ്പം അതിനകത്ത് പറയുന്നത് അൻസിബ വിളിച്ചത് അനുസരിച്ച് ഈ പറഞ്ഞ മിഥിലാജ് അവിടെ പോയിരുന്നു. ആ പോയതിന്റെ ഫ്രസ്ട്രേഷൻ അല്ലെ ചുരുക്ക് തീർക്കുന്നതാണ് ഈ അൻസിബയും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കഥയുണ്ടാക്കി ലക്ഷ്മിപ്രിയ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. താടിയും മുടിയും ഒക്കെ ഉള്ള ഒരാൾ അവിടെ ഇരിക്കുന്നു. എന്തു ആയിക്കോട്ടെ, എനിക്കിതിനകത്ത് ചിരി വരുന്നത് എന്താണെന്ന് വെച്ചാല്, ആദ്യം പറയുന്നുണ്ട് അൻസിബയുടെ റൂമിലേക്ക് മുഖം മറച്ച് ഒരാൾ കയറിപ്പോയി എന്ന്. ഇതെങ്ങനെ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ കണ്ടു? അതുപോലെ തന്നെ കാറിൽ കയറാൻ പോയപ്പോൾ ആ റൂമിൽ ആരോ തട്ടുന്നത് കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെ കാറിൽ കയറാൻ പോയ ലക്ഷ്മിപ്രിയ കണ്ടു? അല്ലെ, ലക്ഷ്മിപ്രിയ എങ്ങനെ അറിഞ്ഞു? എന്തും ആയിക്കോട്ടെ, എന്നിട്ട് റൂമിൽ പോയി തട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ബെഡിൽ ഇരിക്കുന്ന ആളിനോട് ഐഡന്റിറ്റി കാണും. ഇത് ആരാണെന്ന് ചോദ്യം ചെയ്യാൻ ഇവരാരാണ്? അൻസിബ എടുത്ത റൂം, അല്ലെങ്കിൽ അൻസിബയ്ക്ക് കൊടുത്തിരിക്കുന്ന റൂം, ആ അൻസിബയുടെ റൂമിൽ ഒരാൾ വരുന്നു സംസാരിക്കാനായിരിക്കും. എന്തും ആയിക്കോട്ടെ, ആങ്ങളെയാണെന്ന് പറയുന്നു. ഇപ്പൊ ആങ്ങളെയാണെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വേറെ ഇക്വേഷൻസ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അവരോട് ഐഡന്റിറ്റി കാർഡ് കാണിക്കാൻ പറയുന്നു. എന്നുവെച്ചാൽ ലക്ഷ്മിപ്രിയ എനിക്ക് തോന്നുന്നു സിനിമയേക്കാൾ നല്ലത് പോലീസിലെങ്ങാനും ചേരുന്നതായിരുന്നു. ഈ പറയുന്നത് വെച്ച് നോക്കിയാൽ, ഇപ്പൊ വരുന്ന ഒരു അൻസിബയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ച് നോക്കിയാൽ പോലീസ് ഏകദേശം ഈ പറയുന്ന ലക്ഷ്മിപ്രിയയെ സഹായിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും. എന്ന് വെച്ചാൽ സ്റ്റേഷനിൽ പോയിരുന്നപ്പോൾ 3 മണിക്കൂറോളം ഈ പറഞ്ഞ അൻസിബയെ വട്ടം ചുറ്റി നിർത്തി ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെയൊക്കെ കാര്യങ്ങൾ ആ ഒരു പോസ്റ്റിലുണ്ട്. മിഥിലാജിന്റെ ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂറോളം നീണ്ട മാനസിക പീഡനത്തിനൊടുവിൽ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയ ഖേദപ്രകടനത്തിന്റെ പകർപ്പ് പോലും നൽകാതെയാണ് അൻസിബ ഹസനെയും മാധ്യമപ്രവർത്തനമായ സുധിയെയും അവർ പറഞ്ഞയച്ചത്. ആ അടിയന്തര സാഹചര്യത്തിലാണ് അവർ എന്നെ ബന്ധപ്പെടുന്നത്. കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ട ഞാൻ ഉടൻ സ്റ്റേഷനിലെത്തി നേരിൽ കണ്ടു. നിയമവിരുദ്ധമായ ആ ഏകപക്ഷീയ നടപടിക്കെതിരെ ഞാൻ ശക്തമായി പ്രതിഷേധിച്ചു. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ നിവൃത്തിയില്ലാതെ അവർ ആ പകർപ്പ് കൈമാറാൻ നിർബന്ധിതരായി. ഈ നീതി നിഷേധത്തിന് വേദിയൊരുക്കിയ ആ മഹതി അവിടെ തന്നെ തറവാട്ട് സ്വത്തെന്ന പോലെ വിലസി നടപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഒരു വല്ലാത്ത നോട്ടം, പിന്നാലെ സ്റ്റേഷനിലെ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് വിട പറഞ്ഞു മടങ്ങുന്ന ആ കാഴ്ച. ഇന്ന് കോടതിയിൽ അൻസിബ ഉയർത്തിക്കാട്ടുന്ന ആ നിർണായക തെളിവ്,
അന്ന് ഞാനും സുഹൃത്തും പോരാടി വാങ്ങിയതാണ്. ആ തെളിവിനെതിരെ തിരക്കഥാകൃത്തായ ആ മഹതി മെനഞ്ഞെടുത്ത തട്ടിപ്പ് കഥയാണ് ഇന്ന് പുറത്തു വന്നത്. ഈ മഹതിയെ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഞാൻ നേരിട്ട് കണ്ടത് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ച് മാത്രമാണ്. ഇതിന് വിപരീതമായി ഈ കാലയളവിൽ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി തെളിയിക്കാൻ ഞാൻ ആ വ്യക്തിയെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. നുണകൾ മെനയാനുള്ള ഇവരുടെ അസാമാന്യ കഴിവിനെ ശരിക്കും സമ്മതിക്കണം. എന്ന് വെച്ചാൽ ആ സമയത്ത് റൂമിൽ മിഥിലാൽ അബ്ദുൽ എന്ന് പറഞ്ഞ ആളില്ലായിരുന്നു. ഇതെല്ലാം കെട്ടിച്ചമച്ച കഥകൾ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ മിഥിലാജ് ഈ പറയുന്ന അൻസിബയെ സഹായിക്കാൻ ഈ സ്റ്റേഷനിൽ പോയിരുന്നു. അതിന്റെ ദേഷ്യം തീർത്തതാണ്. അത് നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ കഥയിലെങ്കും സത്യമില്ല എന്നുള്ളത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, സത്യമല്ല ആ കഥ എന്നുള്ളത്. അമ്മയിലെ ജനറൽ ബോഡിയിലെ തോൽവിക്ക് പകരം വീട്ടാൻ ബോംബെക്കാരി ചേച്ചിയുടെ നോർത്ത് ഇന്ത്യൻ ഐഡിയ പരീക്ഷിച്ചതാണെന്ന് മനസ്സിലായി. പിക്ചർ അബീബി ബാക്കി ഹേ മേരെ ദോസ്ത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മറ്റൊരു പോസ്റ്റ് ഉണ്ട്. ഇതില് അൻസിബയോടായിട്ടാണ് ഈ മിഥിലാജ് അബ്ദുൽ ചോദിച്ചിരിക്കുന്നത്, അൻസിബ സത്യം മറച്ചുവെച്ച് നീ ആരെയാണ് സംരക്ഷിക്കുന്നത്? ലക്ഷ്മിപ്രിയ വിഷയത്തിലെ നിന്റെ മൗനം ആപത്താണ്. പ്രിയ അൻസിബ, നീ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം നിന്റെ മൗനത്തിലുണ്ട്. ഇത്രയേറെ അനുഭവിച്ചിട്ടും ആരെ സംരക്ഷിക്കാനാണ് നീ ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? ലക്ഷ്മിപ്രിയയുമായുള്ള വിഷയത്തിൽ നിന്റെ നിലപാടുകൾ പലപ്പോഴും അവ്യക്തമാണ്. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ നീ ഇനിയെങ്കിലും തയ്യാറാകണം. എന്താണ് തുറന്നു പറയേണ്ടത് എന്ന് പറയുന്നുണ്ട്. റാസൽ കൈമയിലെ കാന്താരി റെസ്റ്റോറന്റിൽ 2025 നവംബർ 2 നടന്ന പരിപാടിയിലേക്ക് ലക്ഷ്മിപ്രിയയുടെ കൂടെ വരാൻ നിന്നെ ക്ഷണിച്ചിരുന്നുവല്ലോ. ആ ക്ഷണം നീ എന്തുകൊണ്ട് നിരസിച്ചു എന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? സിനിമാ മേഖലയിലെ ചില വ്യക്തികളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ച് ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തിൽ ലക്ഷ്മിപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന വിവരം നീ അറിഞ്ഞത് മൂലമാണോ നിന്റെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്? ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ നീ എന്തുകൊണ്ട് മടിക്കുന്നു എന്നാണ് ഇവിടെ മിഥിലാൽ ചോദിച്ചിരിക്കുന്നത്. ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിരുന്നോ എന്ന വളരെ ലളിതമായ ചോദ്യം ചോദിച്ചതിനാണ് ലക്ഷ്മിപ്രിയ തനിക്കെതിരെ കേസ് നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ നീ തയ്യാറുണ്ടോ? അന്ന് റാസൽ ഖൈമയിൽ നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങൾ പുറത്തു വരുമെന്ന രീതിയിലാണോ ലക്ഷ്മിപ്രിയ ഇത്തരമൊരു കേസിന് മുതിർന്നത്? എന്നുവെച്ചാൽ റാസൽ ഖൈമയിൽ വെച്ച് എന്തോ ഒരു ചിത്രം ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ചിത്രം വെളിയിൽ വരും എന്നുള്ള പേടിയിലാണോ ലക്ഷ്മിപ്രിയ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്നാണ് ഇവിടെ ചോദ്യം. തന്റെ രഹസ്യങ്ങൾ നിന്റെ കൈവശമില്ലെന്ന് ഉറപ്പുവരുത്താനാണോ അവർ നിയമത്തെ കൂട്ടുപിടിച്ചത്? എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ഫോട്ടോ ഈ പറയുന്ന അൻസിബയുടെ പക്കൽ ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള കേസ് കൊടുത്തിരിക്കുന്നത് എന്നും ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. കൂടാതെ ലക്ഷ്മിപ്രിയയുടെ സുഹൃത്തായ നിനക്ക് നൽകിയ വിവരങ്ങളും ശ്രദ്ധേയമാണ്. മകളുടെ പേരിൽ നടത്തുന്ന സൊസൈറ്റിയുടെ മറവിൽ നടക്കുന്ന മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അറിഞ്ഞ നിമിഷം മുതലാണോ നിങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിച്ചത്? ഈ സാമ്പത്തിക തിരിമറികൾ എന്തുകൊണ്ട് നീ ഇതുവരെ പുറത്തറിയിച്ചില്ല? അൻസിബ, ഇനി ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. ടിനി ടോമിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലെ നിന്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നു, നിന്റെയും നിന്റെ അഭിഭാഷകന്റെ അനുവാദത്തിനായി ഇനിയും കാത്തു നിൽക്കാൻ ഞാൻ തയ്യാറില്ല. ആ പരാതിയുടെ പകർപ്പ് ഞാൻ പുറത്തുവിടുകയാണെന്ന് പറഞ്ഞിട്ട് ആ പരാതിയുടെ പകർപ്പും ഈ പോസ്റ്റിന് താഴെ വെച്ചിട്ടുണ്ട്. അതില് ആ പരാതിയുടെ പകർപ്പിനെ ആദ്യം തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ബഹുമാനപ്പെട്ട സാർ, ഇത് ലക്ഷ്മിപ്രിയ അവിടെ എഴുതി കൊടുത്ത പരാതിയാണ് കേട്ടോ, അൻസിബയ്ക്കെതിരെ എഴുതി കൊടുത്ത പരാതിയാണ് സ്റ്റേഷനിൽ. അതിനകത്ത് പറയുന്ന ഒരു പ്രധാന കാര്യം, ബഹുമാനപ്പെട്ട സാർ, എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ എൻ്റെ ഭർത്താവ് മൂലം അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നേ ദിവസം ഒരു പരാതി തന്നിരുന്നുവല്ലോ, അങ്ങനെയൊക്കെ തന്നിരുന്നുവല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭർത്താവാണ് ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയെ ശരിക്കും ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടെ ലക്ഷ്മിപ്രിയ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഭർത്താവിന്റെ പേര് കേസ് എടുക്കണം. എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അറിയത്തില്ല സത്യാവസ്ഥ. എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ഈ പറയുന്ന പോലീസ് മേധാവികളിൽ പലരും ഈ പറയുന്ന ലക്ഷ്മിപ്രിയയ്ക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നതെന്നാണ് അൻസിബ ആരോപിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ആ കേസിന് വാല്യൂ ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഒരു മെസ്സേജ് അയച്ചു, ആ ഫോട്ടോയുടെ എന്തോ ഫോട്ടോ ഉണ്ടല്ലോ എന്നൊരു കൂട്ടുകാരൻ പറഞ്ഞു എന്ന് അൻസിബ ഒരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് ഈ പറഞ്ഞ ഭർത്താവ് കാണുന്നു. എന്നിട്ട് ഭർത്താവ് ലക്ഷ്മിപ്രിയയെ അവിടെ ഇട്ട് ഉപദ്രവിക്കുന്നെന്നും അങ്ങനെ മാനസികമായി എന്തൊക്കെയോ വയ്യുന്നെന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നാൽ ഈ മെസ്സേജ് എന്റെ ഭർത്താവ് കാണുകയും അന്ന് മുതൽ എന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്
എന്ന് കൃത്യമായിട്ട് ഇതിനകത്ത് ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ കേസ് ആദ്യം എടുക്കേണ്ടത് ഈ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിന് എതിരെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ കേസ് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇനി അത് എത്രമാത്രം മുന്നോട്ട് പോകുന്നു അറിയത്തില്ല. അതിനാൽ ബഹുമാനപ്പെട്ട മാഡം, എന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടാൽ എന്റെ ഭർത്താവിനെ അൻസിബ ഹസനും എന്റെ സുഹൃത്തിനെ ഇവിടെ വിളിച്ചു വരുത്തി ഇതേപ്പറ്റി ചോദിച്ച് ആ ഫോട്ടോ ഹാജരാക്കാൻ ആവശ്യപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത്തരം മോശമായ ഫോട്ടോ ഇല്ലെങ്കിൽ എന്റെ കുടുംബജീവിതം നശിപ്പിച്ചതിന് കാരണമായ ആ കുട്ടിക്ക് എതിരെ നടപടി എടുക്കണം എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഫോട്ടോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ഇനി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോട്ടോ ഒക്കെ വെളി വരാൻ ചാൻസ് കൂടുതലാണ്. ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും അൻസിബ പറയുന്നത് ഞാൻ ഇതൊരു ദുരുദ്ദേശത്തോടു കൂടി ഒന്നുമല്ല ആ മെസ്സേജ് അയച്ചത്. രണ്ടാമത്തെ കാര്യം, ഈ മെസ്സേജിൽ ഈ പറയുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കൂടുതലും ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. മാനസികമായി ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, അടിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മാനസികമായി ഉപദ്രവിക്കുന്നു, അല്ലാതെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ലക്ഷ്മിപ്രിയ ഭർത്താവിനെതിരെയാണ് സത്യത്തിൽ ഈ പറഞ്ഞ പരാതി കൊടുത്തിരിക്കുന്നത്. അവിടെ അൻസിബയെ വിളിച്ചു വരുത്തി അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടോ എന്നൊക്കെ 3 മണിക്കൂറോളം അൻസിബയെ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത് ഈ കേസ് കെട്ടില്. അപ്പം അവിടെ മുതലാണ് ഈ വിഷയങ്ങൾക്കെല്ലാം ശരിക്കും തുടക്കം കുറിക്കുന്നത്. എന്തായാലും മിഥിലാല് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മിഥിലാല് എന്തായാലും അത് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. കുറെ കാര്യങ്ങൾ ഇതിനകത്ത് മിഥിലാല് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്തെല്ലാം ആരോപണങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളാണ്. പക്ഷെ ഇതിനകത്ത് ആദ്യമേ ഞാനൊരു വാക്ക് കേൾപ്പിച്ചായിരുന്നു. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഈ മിഥിലാൽ എന്ന് പറയുന്ന ആളെയും അൻസിബയും വെച്ചുകൊണ്ട് ലക്ഷ്മിപ്രിയ പറഞ്ഞ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ പക്ക കള്ളത്തരമാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ അത് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ തമ്മിലൊന്നും പൊരുത്തമില്ല. പക്ഷേ ഇവിടെ മിഥിലാല് പറയുന്നുണ്ട്, എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് സഹിതം കൊണ്ടുപോകാം, ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് നിങ്ങളെ ആ സ്റ്റേഷനിൽ വെച്ചാണ് കാണുന്നതെന്ന് പറയുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റേഷനിൽ വന്നതിന്റെ ഒരു ദേഷ്യം, ആ ദേഷ്യമാണ് അവിടെ അൻസിബയെ കൂട്ടി വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്തും പറയുമെന്നായിരിക്കും ലക്ഷ്മിപ്രിയയുടെ സ്വഭാവം വെച്ചിട്ട് ലക്ഷ്മിപ്രിയ എന്തും പറയുന്നത് നമുക്ക് അറിയാമല്ലോ. ഇതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ വിഴിപ്പലക്ക് ശരിക്കും നടക്കുന്നുണ്ട്. എന്തായാലും അൻസിബയുടെ ഭാഗത്ത് എന്തായാലും കൃത്യവും വ്യക്തവുമായ തെളിവുകളും കാര്യങ്ങളും, അതുപോലെ അൻസിബ പറയുന്ന കാര്യങ്ങൾ വ്യക്തത ഉള്ളത് കൊണ്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട് അൻസിബ പറയുന്നതിൽ സത്യമുണ്ട് എന്നുള്ളത്. ലക്ഷ്മിപ്രിയ കൊടുക്കുന്ന അഭിമുഖങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. ആ സെക്കൻഡ് പാർട്ടിന്റെ വീഡിയോ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. അപ്പൊ എന്തായാലും മിഥിലാലിന്റെ പേജിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഇതിന്റെ വിശദമായ പോസ്റ്റും അതുപോലെ തന്നെ ഈ പരാതിയുടെ കോപ്പിയും എല്ലാം അവിടെ കിടപ്പുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വിശദമായി പരിശോധിക്കുക. എന്തായാലും ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു മറുപടിയുമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഒരാൾ വന്ന് പറയുന്നുണ്ട്. അതും കൂടെ ഞാനിവിടെ വെക്കാം. അൻസിബ കേസ് കൊടുക്കുമെന്നാണ് നമുക്ക് അടുത്തറിയാം. ഇതിന്റെ കാര്യം പറഞ്ഞ് എന്ത് ചെയ്യും? ആ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി അവർ വന്നു, ബില്ല് അവര് മദ്യപിച്ചു. അല്ലെങ്കിൽ അതിന് മോശമുണ്ടോ സാർ? അത് കുടിച്ചു ഒരു പൈസ കൊടുത്തു. അവര് കുടിച്ചു. അല്ല എനിക്ക് തോന്നുന്നത് ഇനി പൈസയുടെ കാര്യത്തിലുള്ള എനിക്ക് തോന്നണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറയണേക്കുമ്പോ എനിക്ക് ആദ്യം തോന്നിയെന്ന് വെച്ചാൽ അൻസിബ ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യും. ഇപ്പൊ ഞാൻ പറയുന്നില്ലേ, നമ്മുടെ ആ പരിചയക്കാരൊക്കെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിച്ചിട്ട് അവരെന്താ വെച്ചാൽ ബില്ല് വരാൻ നേരത്ത് ഓടിക്കളയും. ഇനി അൻസിബ അങ്ങനെ ഓടിക്കളഞ്ഞാന്ന് എനിക്ക് ഡൗട്ട്. കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അൻസിബയോട് ഞാൻ പറയുന്നത് ആ പണം കൃത്യമായിട്ട് എന്താണ്, ഇപ്പൊ 635 രൂപ 855 രൂപയാണെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. ഇവർക്ക് എന്തായാലും കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് സാർ. ലക്ഷ്മിപ്രിയ അല്ല, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നത് അവര് ശരിക്കും പറഞ്ഞാൽ എന്തും പറയാൻ തയ്യാറായിട്ടുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് അവരോട് ഞെട്ടിപ്പോയായിരുന്നു, അവര് KSFക്കെതിരെ ആഞ്ഞടിക്കണ്ടേ. പിന്നെ ഭാഗ്യത്തിന് പാവം പിടിച്ച് KSF പിടിച്ചിരുന്നു. KSFക്കെതിരെ പറഞ്ഞിട്ട് KSF ലോൺ കൊടുക്കാതെ പറ്റി ഇവരെ പറ്റിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇവർക്കൊരു കുറി ഉണ്ട്, ആ കുറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നാണ് ഇവർ പറയുന്നത്. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ആ കൊടുത്ത്, ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയണോണ്ട് ലക്ഷ്മിപ്രിയ എന്നോട് പരിഭവിക്കരുത്, എനിക്കെതിരെ ഒരു കേസ് കൊടുക്കരുത്, ഞാൻ പാവപ്പെട്ടവനാണ്. അതുകൊണ്ട് പോട്ടെ, ലക്ഷ്മിപ്രിയ ശരിക്കും ആ മൈക്കിട്ട് കടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ചാനലിലെ മൈക്കാരൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കൊല്ലം പറഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോൾ ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. അതേപോലെയുള്ള പെരുമാറ്റമാണ്. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചു ഈ രണ്ട് കാര്യത്തിലും എന്താണ് കേരള. പിന്നെ ഒരു കാര്യമുണ്ട്, സ്വാഭാവികമായിട്ട് അവരുടെ പേര് ചീത്തയാക്കാൻ പറ്റും, നമ്മുടെ പൊതുജനത്തിനുള്ള കയ്യേ എന്ന് പറയുന്ന തോന്നലുണ്ടാവും. അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ നിങ്ങൾ ശ്രമിക്കല്ലേ. കാരണം അങ്ങനെ ശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി വേറെ ആരെങ്കിലും വന്ന് നിങ്ങൾക്കെതിരെ പറയുമ്പോൾ എന്ത് വേറെ ആൾക്കാർ ഇവർക്കെതിരെ പറയുന്നത് ആ സ്ത്രീയാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ട് എത്ര പേര് ഇപ്പൊ താരങ്ങൾ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അതിന്റെ ചുരുക്കാണ്. പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ലക്ഷ്മിപ്രിയ പറയത്തുള്ളൂ. കാരണം മറ്റൊന്നുമല്ല,
ഈ പറയുന്നതിൽ കൂടുതലും കള്ളത്തരമാണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോ വാക്കുകളിലും ഓരോ ഇന്റർവ്യൂവിലും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ലക്ഷ്മിപ്രിയ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ അതിനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ തെളിവുകളൊക്കെ വെച്ച് ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയുടെ സംസാരവും അതുപോലെ ഇന്റർവ്യൂസ് എല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്മിപ്രിയയിൽ വിശ്വസിക്കാൻ തോന്നില്ല, അവിശ്വസിക്കാനാണ് നമുക്ക് കൂടുതലും തോന്നുന്നത് മാത്രമല്ല ലക്ഷ്മിപ്രിയ പറയുന്നതിൽ 90% കള്ളത്തരമാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.